என்னம்மா இது சாரி எல்லாம் பார்த்துட்டு இருக்கீங்க? ഇത് என்ன പഴയ സാരിയാ? ആ കുറച്ച് പഴയതാ. എന്നാലും 1-2 തവണയൊക്കെ ഉടുത്തിട്ടുള്ളൂ. പടവലത്തും കുറേ ഇരിപ്പുണ്ട്. പിന്നെ ഞാനിത് നിനക്ക് തന്നാ നീ ഉടുക്കുവോ? என்கிட்ட நிறைய சாரி இருக்கே அம்மா. ஆனாலும் நீங்க கொடுத்தா நான் போடுவேன். அது எதனால தெரியுமா? നിനക്ക് സാരി നന്നായിട്ട് ഉടുക്കാൻ അറിയാം, അതുകൊണ്ട് നീ ഉടുക്കും. அதில்ல, எனக்கு நீங்கன்னா அவ்வளோ பிடிக்கும். அதனால உங்க சாரி போடும்போது ஒரு பெருமை, அதே மாதிரி ஞாபகம் வரும். അപ്പൊ ഞാൻ തരുന്ന സാരി ഉടുത്തെങ്കിൽ മാത്രമേ നിനക്ക് എന്നെ ഓർമ്മ വരത്തുള്ളൂ? ஐயோ அப்படி இல்லம்மா, எப்பவுமே உங்களை ஞாபகத்துல இருக்கும். மறப்பேனா കനകം. அம்மா, நீங்க எனக்கு நிஜமா அம்மா மாதிரி. எனக்கு அம்மா இல்ல. കനകം, ഞാൻ അങ്ങ് പടവലത്ത് പോകുമ്പം നീ എൻ്റെ കൂടെ അങ്ങ് വാ. നിനക്ക് അവിടെ നിൽക്കാമല്ലോ. എൻ്റെ കണ്ണടഞ്ഞാലും നിന്നോട് അവിടെ നിന്ന് ആരും ഇറങ്ങിപ്പോൻ പറയത്തില്ല. നിനക്ക് അവിടെ തന്നെ നിൽക്കാം. പിന്നെ മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ശ്രദ്ധിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നിന്റെ കാര്യം നീ മറന്നു പോകരുത്. നീ ബാക്കിയുള്ളവരുടെ കാര്യം എല്ലാം നീ നല്ലപോലെ നോക്കുന്നുണ്ട്. പക്ഷെ അക്കൂട്ടത്തിൽ നിന്റെ ആരോഗ്യം കൂടെ നീ ശ്രദ്ധിക്കണം. எனக்கு நீங்கள் அவ்வளவு பிடிக்கும். எனக்கு கண்டிப்பா இங்க இருந்து போக முடியும்னு തോന്നലം. പോവണ്ട, നിന്നോട് ആര് പറഞ്ഞു പോണോന്ന്? ആരും പറയത്തില്ല നിന്നോട് പോവാൻ. അമ്മൂമ്മയുടെ കൊച്ചുമോളുണ്ടല്ലോ, നിലയ്ക്ക് നിർത്തിക്കോളണം. നിന്നോട് പറഞ്ഞിട്ട് നീ നിലയ്ക്ക് നിക്കണ്ടേ? ഞാൻ എന്റെ കാര്യമല്ല പറഞ്ഞേ, പാറുവിന്റെ കാര്യ പറഞ്ഞേ. എന്നാച്ചു ലച്ചു? എന്നാച്ചു ലച്ചുന്നാ? 4 കോലും കുത്തി വെച്ച് 2 പാട്ടാൻ നിർത്തി ആ ഷെഡിനകത്ത് കയറി കയറ്റാം. വലിയ മുതലാളിച്ചാണെന്നാണ് വിചാരം. എന്നിട്ട് വിൽക്കണതാ 4 നാരങ്ങ മിഠായും. എന്റെ അമ്മൂമ്മ എന്നെ പരിസരത്ത് അടുപ്പിക്കുന്നില്ല. ഞാൻ അങ്ങോട്ട് എന്തെങ്കിലും ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ പോ ചേച്ചി എന്ന് പറഞ്ഞ് ഓടിച്ചു വിടുവാണ്. നീ എന്തിനാ ആവശ്യമില്ലാതെ അവിടെ ചെന്ന് കയറി കൊടുക്കുന്നേ? അത് പിള്ളേര് ഇങ്ങനെ കടയൊക്കെ തുടങ്ങുന്ന കാണുമ്പോ ഒരു കൗതുകം കാണാൻ, അതുകൊണ്ട് പോയതല്ലേ. പക്ഷെ എന്നെ അവിടെ അടുപ്പിക്കണ്ടേ? അതെന്നാ தெரியுமா? நீதான் அவ கடை ஓபன் பண்றது பிளாக் பண்ணேன்னு அவன் சொல்றா. ഞാനാ? അത് ഞാൻ എന്ത് ചെയ്ത്? നിങ്ങൾ അവളെ ഇളക്കിയപ്പോ ഞാനും ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്തു, അത്രയല്ലേ ഉള്ളൂ. എന്റെ ലച്ചു, അവൾ എന്തുവന്ന് വെച്ചാ ചെയ്തോട്ടെ, നീ അങ്ങോട്ട് പോവണ്ട. ഞാൻ പോവും. പിന്നെ എനിക്ക് പറയാനുള്ള പറയണ്ടേ? അല്ലെങ്കിലും ഈ പരിവന്മാരെ അവളെ വളർത്തിയത് ഞാനല്ലേ അമ്മൂമ്മ. നിങ്ങൾ ചേച്ചി അനിയത്തി എന്തുവന്ന് വെച്ചാ അയക്കൂ, എനിക്ക് വയ്യ പറയാൻ. ഞാനേ അവളെക്കാളും 10 ഇരട്ടി മുട പിടിച്ച ടീമാ. കൂടുതൽ ഷോ കാണിച്ചേണ്ടല്ലോ, രായ്ക്ക് രാമായണം ഞാൻ ആ കട കത്തിക്കും. கடை கத்திக்க போறியா? என்ன லட்சு இது? அம்மா எவ்வளவு கஷ்டப்பட்டு அந்த கடையெல்லாம் போட்டாங்க தெரியுமா? ആ സെന്റിമെന്റ്സ് ഒന്നും ഞാൻ നോക്കൂല. നീ ഒന്ന് കത്തിച്ചു നോക്ക്. അവള് നിന്നെ കത്തിക്കും. അതെനിക്കറിയാം. അവള് ചിലപ്പോ അതും ചെയ്യും, അതിനപ്പുറവും ചെയ്യും. അമ്മൂമ്മ കുറച്ചും കൂടെ അങ്ങ് സപ്പോർട്ട് ചെയ്യട്ടാ. അതും ഇപ്പൊ എന്റെ കുഴപ്പമായി. ஐயோ, அவ நிஜமா அப்படியெல்லாம் பண்ணுவாளா? ഒന്നുമില്ല. നീ വെച്ച. தேங்க்யூ அம்மா. കൊച്ചിന്റെ ഒരു കാര്യം. ലച്ചു, എടി ആ കൊച്ചു കടയിൽ കയറിയിരിക്കുവാ, ഭക്ഷണം കഴിക്കാൻ വരുന്നില്ല. ഇനി തൊട്ട് അവളുടെ ഊണും ഉറക്കമൊക്കെ കടയിൽ തന്നെ ആയിരിക്കും. ഇതിപ്പോ ഈ കട ഇട്ട് കൊടുത്തത് തലവേദനയായെന്നാ തോന്നുന്നത്. അത് സത്യമല്ലേ? എല്ലാം സഹിക്കാം, പക്ഷെ അവളുടെ ജാടയാണ് സഹിക്കാൻ പറ്റാത്ത. നിന്റെ അല്ലേ അനിയത്തി, ജാട കാണിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അതിലും നല്ലത് അമ്മൂമ്മയുടെ കൊച്ചുമോളെന്ന് പറയണതല്ലേ. എല്ലാത്തിന്റെ നാക്കിന് 1 മുഴം നീളവാ. ഭവാനി അമ്മയുടെ അല്ലേ കൊച്ചുമക്കള്? ആണല്ലേ? പണ്ട് എല്ലാരും പറയുമായിരുന്നു ലച്ചുവിന്റെ നാക്കാ നാക്കെന്ന്. അറിയാൻ പാടില്ലാത്തത് കൊണ്ട് ചോദിക്കുക. അമ്മൂമ്മ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴത്തേക്കും എന്നെ എന്തെങ്കിലും പറഞ്ഞില്ലെങ്കിൽ അമ്മൂമ്മയ്ക്ക് ഉറക്കം വരില്ലല്ലേ? പിന്നെ എനിക്ക് ഉറക്കം വരത്തില്ല. എന്നാച്ച്? ആ കൊച്ചു ഇതുവരെ ഭക്ഷണം കഴിക്കാൻ വന്നിട്ടില്ലെന്നേ, കടയിൽ കയറി ഒറ്റ ഇരിപ്പാ. நானும் 2-3 வாட்டி கூப்பிட்டேன், அப்போ அவ வரல. എന്നിട്ട് ഒന്ന് சொன்னா,
ஏதோ பிசினஸ் பண்றவங்களெல்லாம் கரெக்ட் டைம்ல வந்து சாப்பிட மாட்டாங்கன்னு. ആണല്ലേ? ആ കട കെട്ടിയത് ഞാനാണെങ്കിലേ അത് പൊളിച്ചു കളയാനും എനിക്കറിയാം. ஐயோ அது வேண்டாமா, அவளுக்கு இப்போ அந்த கடை தான் உசுரு. എന്റെ ദൈവമേ, കച്ചവടം എന്ന് പറയുമ്പോ ഇത്രയും ടെൻഷനൊന്നും ഞാൻ വിചാരിച്ചില്ല. എടോ, കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ വയറുവേദന എടുക്കുമെന്ന് അറിയാൻ പാടില്ലേ? അതറിയാം, അതുകൊണ്ടല്ലേ വന്നത്. കനേണ്ടി വിശക്കുന്നു. அப்படின்னா நான் உனக்கு ஊன் எடுக்கிறேன். സമയം തെറ്റിട്ട് ഊണ് കഴിച്ചാ ശരിയാവൂല. അതുകൊണ്ട് വേറെ എന്തെങ്കിലും ഉണ്ടോ? വേറെ അടുപ്പത്ത് ബീഫും പൊറോട്ട ഇരിപ്പുണ്ട്. ബീഫും പൊറോട്ടയും ചേച്ചി തന്നെ കഴിച്ചോട്ടാ. ആന്റി വേറെ എന്തെങ്കിലും ഉണ്ടോ? பாரு, காலையிலത്തെ ദോശയും സാമ്പാറും இருக்கு, അത് എടുക്കവാ? അതെടുക്ക്. ഇത് വേറൊന്നും അല്ല മുമ്മേ, ചോറ് കഴിക്കാതിരിക്കാനുള്ള പരിപാടി. കുടുംബങ്ങളിൽ കൂട്ടുകൂടിയ 10 വർഷങ്ങൾ.